പാകിസ്ഥാനിൽ പെട്രോളിന്റെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലവർധനവിനെതിരെ വലിയ ജനരോഷം ആളിക്കത്തുകയാണ്. പാകിസ്ഥാൻ സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കി അവിടെ ജനകീയ പ്രക്ഷോഭം എന്ന നിലയ്ക്ക് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരികയാണ്. പുതിയ പെട്രോളിയം നികുതിക്കെതിരെയും പണപ്പെരുപ്പത്തിനെതിരെയും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പാകിസ്ഥാന്റെ തെരുവിലേക്ക് ഇറങ്ങിയത്. പ്രധാന നഗരങ്ങളിലെല്ലാം ഗതാഗത സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കറാച്ചി, ലാഹോർ, പെഷവാർ, ക്വറ്റ, ഇസ്ലാമാബാദ്, റാവൽപിണ്ടി തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിൽ റാലികളും ധർണകളും നടന്നു എന്ന റിപ്പോർട്ടുകളാണ് അവിടുന്ന് പുറത്തു വരുന്നത്. മതിയായി, ഇനി സഹിക്കാൻ കഴിയില്ല, ലെവി പിൻവലിക്കുക, ആശ്വാസം നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത്. അന്താരാഷ്ട്ര വിപണിയിലെ വ്യതിയാനങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിദിനം ഇന്ധനവില നിശ്ചയിക്കാനും അധിക നികുതി ചുമത്താനുമുള്ള സർക്കാരിന്റെ തീരുമാനം സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുകയാണ് പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ജമാഅത്തെ ഇസ്ലാമി തലവൻ ഹാഫിസ് നഈമുർ റഹ്മാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനും മന്ത്രിസഭയ്ക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അധിക നികുതി അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം പെട്രോളിയം ലെവിയിലൂടെ സർക്കാർ 8 ലക്ഷം കോടി പാകിസ്ഥാനി രൂപ പിരിച്ചെടുത്തെന്നും ഭരണാധികാരികളുടെ അഴിമതിയും കഴിവുകേടും മറച്ചുവെക്കാനാണ് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നത് എന്നും ആരോപിച്ചു. അന്താരാഷ്ട്ര നാണയനിധി വില കുറയ്ക്കാൻ അനുവദിക്കില്ല എന്ന സർക്കാരിന്റെ വാദത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. IMF സമ്മതിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ നിങ്ങളും നിങ്ങളുടെ IMFും തുലയട്ടെ. പാവപ്പെട്ട ജനങ്ങളെയും വിദ്യാർത്ഥികളെയും കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കൂ എന്നാണ് തുറന്നടിച്ചത്. വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധങ്ങൾ സാമ്പിൾ മാത്രമാണ് എന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ സമരം തുടരുമെന്നുമാണ് അറിയുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ സർക്കാരിന് തലവേദനയായി രാജ്യത്തിനകത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്.